വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഘ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചാലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്, ഫുഡ് ചാലഞ്ചായിട്ട് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫുഡ് ചാലഞ്ച് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിഞ്ഞുകൂടാ. എന്നാലും ഞങ്ങളത് ഈ ഫോണിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് ചാലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഹാഫ് മന്തിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഷെയർ ആക്കും. അമ്മ ഉണ്ടല്ലോ ഷെയർ ആക്കി തരാനൊക്കെ. പിന്നെ ഒരു ചെറിയൊരു കാന്താരി അൽഫാമും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ പറ്റുന്നത് കേട്ടോ. എനിക്കിതൊക്കെ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. എനിക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന കടയാണ്. നല്ല ഹൈജീനും നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഷോപ്പാണ്. ടൈമർ വെച്ചിട്ട് ആരാണോ ടൈമറിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് അടിക്കുന്നത് അവർ ജയിക്കും. ഇവളൊന്നും മിണ്ടുന്നില്ല അല്ലേ? എന്നെ ഒന്നും മിണ്ടാറില്ല. അവളൊന്നും മിണ്ടാനില്ല കൈസ്. ചിലപ്പോൾ ഇവളായിരിക്കും ജയിക്കുക. പക്ഷേ ഞാനാണ് കൂടുതൽ ഫുഡ് കിട്ടോ. എനിക്കാണ് നന്നായി ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇവളങ്ങനെ ഫുഡ് അങ്ങനെ അങ്ങ് കഴിക്കാറില്ല. പക്ഷേ ഇത് ഉച്ച നേരമാണ് ഭയങ്കര വിശന്ന് ചത്തിരിക്കുകയാണ് സത്യം പറഞ്ഞ ഞങ്ങൾ. അപ്പോൾ 3:45 ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചു, ഹോട്ടലിൽ വിളിച്ചു. അപ്പോൾ അവരുടെ തിരക്കാണ്. അപ്പോൾ സഫ്വാനാണ് എനിക്ക് വാങ്ങി തന്നത്. അപ്പോൾ 7-Up മന്തിയും കാന്താരി അൽഫാമും ഉണ്ട്. അപ്പോൾ നമുക്ക് ചാലഞ്ചിലോട്ട് പോവാം ഗൈസ്. 1 2 3 സ്റ്റാർട്ട്. ഒന്ന് തീരെ കാണാനില്ല. അവിടുത്തെ ഫേമസ് ഹോട്ടലിൽ നിന്നിട്ട് ഞങ്ങൾ വാങ്ങിയത്. ആരെ ജയിക്കാൻ നോക്കാം. ടൈമർ വെച്ചിട്ടുണ്ടോ? 21 സെക്കൻഡായി. ആ അമ്മേനെ വിളിച്ചു കേട്ടോ. അമ്മ തിരക്കിലാണ്, അതുകൊണ്ടാണ് വരാൻ. എനിക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. കഴിക്കാൻ പറ്റുന്നതല്ലേ ഞാൻ കഴിക്കുള്ളൂ. ഇത് റൈസ് അല്ലേ, ഇത് കുഴപ്പമില്ല. ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് ഇവിടെ ജയിക്കും, അതുകൊണ്ട് ഞാൻ വിടുന്നില്ല. സ്പീഡിൽ ഇട്ടാൽ അച്ഛൻ കഴിക്കില്ലല്ലോ. അച്ഛനെ കഴിക്കാൻ പറ്റുമോ? എണ്ണല്ലേ? എണ്ണല്ല, ജ്യൂസല്ലേ. കാന്താരി അൽഫാം വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോഴേ ഇതൊക്കെ കിട്ടുള്ളൂ. അതാണ് എന്തൊക്കെ വാങ്ങിയത്. കാന്താരി അൽഫാം വാങ്ങിയിട്ടുണ്ട്. വീട്ടിൽ വരുമ്പോഴേ ഇതൊക്കെ കിട്ടുള്ളൂ. അതാണ് എന്തൊക്കെ വാങ്ങിയത്. രണ്ടുപേരും ഒരേ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഗൈസ് എടുത്തിട്ടുള്ളത്. അമ്മയാണ് വിളമ്പിയിട്ടുള്ളത്. തണുപ്പിട്ടോ? തണുപ്പുണ്ട്. എനിക്ക് ഗൈസ് കുറച്ച് 7-Up കുടിച്ചിട്ടുണ്ട്. തൊണ്ടയായിരുന്നു, അതുകൊണ്ട് 7-Up കുറച്ച് കുടിച്ചിട്ടുണ്ട്. ഗൈസ് 3 മിനിറ്റ് 55 സെക്കൻഡ് ആയി. ഇത്രയൊന്നും ഞങ്ങളാവുമെന്ന് വിചാരിച്ചതല്ല. ഗൈസ് റിപ്പീറ്റർ കഴിഞ്ഞു ഗൈസ്. എൻ്റെ കുറേ ഉണ്ട്. ഇവിടെ തന്നെ എന്തായാലും ജയിക്കുള്ളൂ ഗൈസ്. ഓക്കെ, ഇനി വിശക്കുണ്ട് ഇത്ര ഗൈസ്. പൈനാപ്പിൾ ഗൈസ് അവളുടെ കഴിഞ്ഞു ഗൈസ്. അവൾക്ക് ചിക്കൻ പീസും കൂടി ഉള്ളൂ. എൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ പണ്ടത്തെ പോലെ കഴിക്കാൻ പറ്റാറാ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനേ ജയിക്കുള്ളൂ. ഇവള് സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കില്ല. ഇവളുടെ കൂടെ അങ്ങനെ നമ്മൾ കഴിക്കണം. ഓ മൈ ഗോഡ്, ശ്രീപുത്രം കഴിഞ്ഞു ഗൈസ്. ഇത് കഴിഞ്ഞിട്ടില്ല ഗൈസ്, കുറച്ചും കൂടി ഉണ്ട്. അപ്പം നമ്മളുടെ ഫുഡ് ചാലഞ്ചിൽ ശ്രീകുട്ടിയാണ് ജയിച്ചിട്ടുള്ളത് ഗൈസ്. ഇവള് ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. അപ്പം കുറച്ച് നമ്മൾ റൈസ് എടുത്തിട്ടുള്ളൂ, അതിൽ ഇവള് ജയിച്ചു. വർത്താനൊന്നും പറയുമോ? ഇവള് മിണ്ടണേ ഇല്ല ഗൈസ്. എത്ര മിനിറ്റാണ് പറഞ്ഞു കൊടുക്കും? 7 മിനിറ്റ്. 7:15 ഗൈസ്. പിന്നെ ഞാൻ മൊത്തം ഇത് കഴിച്ച് തീർക്കട്ടെ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇവളാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.